പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യം അർപ്പിച്ച് മധുരയിൽ സാംസ്കാരിക നായകന്മാർ. എല്ലാവർക്കും എല്ലാം നൽകണമെന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് നടൻ സമുദ്രക്കനി പറഞ്ഞു. താൻ മാർക്സിയൻ വിദ്യാർത്ഥിയാണെന്ന് സംവിധായകൻ വെട്രിമാരനും പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതാണ്, പക്ഷേങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് സാംസ്കാരിക സംഗമത്തിലേക്കൊന്ന് പോകാം. നഗർ അക്ഷരാർത്ഥത്തിൽ ജനസാഗരത്താൽ ചുവന്നു തൊടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ കലാകാരന്മാരായ സമുദ്രക്കനിയെയും വെട്രിമാരനെയും ജനങ്ങൾ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. സാംസ്കാരിക സംഗമത്തിൽ സമുദ്രക്കനി തന്റെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചു. എല്ലാവർക്കും എല്ലാം നൽകണമെന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ ദൈവവും കമ്മ്യൂണിസ്റ്റാണ്. ചുവന്ന ഷർട്ട് ധരിച്ചവന് മാത്രമേ അഴിമതിയെ, നീതികേടിനെ ചോദ്യം ചെയ്യാനാവൂവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒന്നിക്കാം, ചെറിയ മാറ്റമാണെങ്കിലും എന്തെങ്കിലും ഒരുമിച്ച് നിന്ന് ചെയ്യാമെന്ന് സമുദ്രക്കനി ആഹ്വാനം ചെയ്തു. സമുദ്രക്കനിയെ സംഘാടകർ വേദിയിൽ ആദരിച്ചു. വർഗ പോരാട്ടങ്ങളെ വർഗത്തെ ஒழிப்பதும் சமூகத்தில் இருக்கக்கூடிய ஏற்றத்தாழ்வுகளை சமமாக்குவதும் தான் ஒரு கம்யூனிஸ்ட தத்துவம். அப்போ கம்யூனிஸ்ட்னா யார்? ஒரு பொது உடைமைவாதி. பொது உடைமைவாதி எப்படி இருக்கணும்? ஒரு காற்று மாதிரி இருக்கணும், ஒரு மலை மாதிரி இருக்கணும், எந்த விதமான பாகுபாடும் இல்லாமல் எல்லோருக்கும் எல்லாமும் வேணும், எல்லோருக்கும் எல்லாம் கொடுக்கணும் அப்படின்னு நினைக்கிறவன் தான் ஒரு கம்யூனிஸ்ட். அப்படின்னா கடவுளே கம்யூனிஸ்ட் தானே, எந்த ஏற்றத்தாழ்வும் இல்லையே. அப்படி தான் நான் பார்க்குறேன். ஒன்று சேருவோம், பெரிய மாற்றத்தை கொண்டு வருவோம். താൻ മാർക്സിയൻ വിദ്യാർത്ഥിയെന്ന് പ്രശസ്ത സംവിധായകൻ വെട്രിമാരൻ പറഞ്ഞു. വേദിയിൽ വലിയ ഷോ കാണിക്കുന്ന നേതാക്കളെ നമുക്കറിയാം, എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കളാണ് തന്നെ ആകർഷിച്ചത്. അതാണ് വിടുതലൈ സിനിമ എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും വെട്രിമാരൻ പറഞ്ഞു. മാർക്സിന്റെ ശില്പം നൽകി വെട്രിമാരനെ സംഘാടകർ ആദരിച്ചു. விடுதலைக்கு முன்னாடி வெறும் சினிமா மாணவனாக இருந்த நான் இப்போது சினிமா மாணவனாகவும் ஒரு மார்க்சியன் ஸ்டூடெண்ட்டாகவும் இருக்கிறேன். மார்க்சியன் பிரின்சிபிள்ஸ் மேலே கட்டமைக்கப்படலைன்னா ஏதோ ஒரு கட்டத்தில் மக்களுக்கு எதிர்நிலையில் போய் நின்றுடுன்றது என்னுடைய நம்பிக்கையாக இருக்குது, என்னுடைய புரிதலாக இருக்குது. യുവ എഴുത്തുകാരി ദീപാലക്ഷ്മി എഴുതിയ ചെഗുവേരയെക്കുറിച്ചുള്ള പുസ്തകം വേദിയിൽ പ്രകാശനം ചെയ്തു. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സിൽ മതേതരത്വത്തിന്റെ സന്ദേശം പകർന്ന് കോഴിക്കോട് നിന്നുള്ള വിദ്യാർത്ഥിനികളുടെ ഒപ്പന ദഫ്മുട്ട് വേദിയിൽ അരങ്ങേറി. രാജ്കുമാർ, കൈരളി ന്യൂസ്, മധുര.